ചിങ്ങം രാശി. ചിങ്ങം രാശി എന്ന് പറയുന്നത് മകം, പൂരം, ഉത്രത്തിലെ കാലും കൂടി ചേർന്നതാണ് ചിങ്ങം രാശി. ചിങ്ങം രാശി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശനി 8ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അഷ്ടമത്തിൽ ശനി, അതുപോലെ തന്നെ വ്യാഴം ജൂൺ 2 വരെ 11ാം ഭാവത്തിലും ശേഷം 12ാം ഭാവത്തിലേക്കും വരുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നവർക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ 11ാം ഭാവത്തിൽ വ്യാഴം ഇത് വരുന്ന സമയത്ത് ആദ്യ പകുതിയിലാണ് ഇതുണ്ടാവുന്നത്. അങ്ങനെ വരുമ്പോൾ ആഗ്രഹങ്ങൾ സഫലമാകുന്ന ഒരു അവസ്ഥ വിശേഷം ഉണ്ടാവും. പക്ഷേ 2ാം പകുതിയിലേക്ക് കടക്കുമ്പോഴത്തേക്കും തൊഴിൽ മേഖലയിൽ നമുക്ക് വേണ്ടത്ര അംഗീകാരമോ അല്ലെങ്കിൽ വേണ്ടത്ര സ്വാധീനമോ ചെലുത്താൻ കഴിയാത്ത അവസ്ഥയോ അല്ലെങ്കിൽ അതിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമോ വരും. കാരണം വ്യാഴം ശനി 12ലേക്ക് വ്യാഴം പോവുകയാണ്. അപ്പോൾ മൗഢ്യത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ മൗഢ്യത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് 2ാം പകുതിയിലാണ്. ആദ്യ പകുതിയിൽ വളരെയധികം സഫലീകൃതമായ രീതിയിൽ തന്നെ ജോലി നിർവഹിക്കാൻ സാധിക്കും. തൊഴിലിടങ്ങളിൽ നമുക്ക് വളരെ അനുകൂലമായ സാഹചര്യം ഉണ്ടാകും. നല്ല രീതിയിലുള്ള ഒരു തൊഴിൽ വർധനവ് നമുക്കുണ്ടാക്കിയെടുക്കുവാൻ ഈ വർഷം സാധിക്കുമെന്നുള്ളതാണ്. ഇനി ബന്ധങ്ങളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, 8ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ബന്ധങ്ങളിൽ ശനി 8ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് അഷ്ടമത്തിൽ ശനി എന്നൊക്കെ പറഞ്ഞാൽ കേതു 5ാം ഭാവത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ബന്ധങ്ങളിലൊക്കെ ചില അകൽച്ചകൾ വന്നുകൂടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പക്ഷേ അത് അത്ര കാര്യമായിട്ടുള്ളൊരു പ്രസക്തമല്ല. ഈ നമ്മൾ തുറന്നൊരു സംഭാഷണം, സൗഹൃദപരമായിട്ടുള്ള പെരുമാറ്റം, സമീപന രീതി, നമ്മുടെ പെരുമാറ്റ രീതി, ഇതൊക്കെ കൊണ്ട് അതെല്ലാം ആ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഇടർച്ചകളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ആ ഇടച്ചകളോ ഉണ്ടാകുവാണെങ്കിൽ അത്തരത്തിലുള്ള വിഷവസ്തുക്കളെ എല്ലാം തന്നെ മാറ്റി നിർത്തി നമ്മുടെ സ്നേഹപരമായ പെരുമാറ്റമാകുന്ന ഔഷധ സേവ നടത്തിയാൽ തീർച്ചയായും അതൊക്കെ മാറ്റിയെടുക്കുവാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ബന്ധങ്ങളെ നമുക്ക് ഊട്ടിയുറപ്പിക്കുവാൻ സാധിക്കും. ധനപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൂറുകാർക്ക് ജൂൺ വരെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടിരിക്കും. അതിനുശേഷം ലാഭം, ആ സമയത്ത് തന്നെ ലാഭം നമുക്ക് തൊഴിൽപരമായിട്ടുള്ളതിൽ കൂടി സാമ്പത്തികപരമായിട്ടുള്ള ലാഭം ഉണ്ടാവും. ധനപരമായിട്ടുള്ള മെച്ചപ്പെടലേ ഉണ്ടാവും. പക്ഷേ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ നിയന്ത്രിക്കണം. അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഈ സാമ്പത്തിക ഭദ്രത ഊട്ടിയുറപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് നിലനിർത്താനും സാധിക്കും. പിന്നെ ആരോഗ്യപരമായിട്ട് നോക്കുമ്പോൾ അഷ്ടമത്തിൽ ശനിയാണ്. അഷ്ടമത്തിൽ ശനി വരുമ്പോൾ ആരോഗ്യ വിഷയങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കണമെന്നാണ് പറയുക. കാരണം അനാവശ്യമായിട്ടുള്ള യാത്രകൾ വേണ്ടി വരുന്നുണ്ട്. ധാരാളം അനാവശ്യ ചിലവുകൾ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ വരുമ്പോൾ ആരോഗ്യസ്ഥിതിയും കൂടി മെച്ചപ്പെട്ട രീതിയിലാകണമെങ്കിൽ, ആ മോശമായ സാഹചര്യങ്ങളിൽ നിന്നും നമ്മുടെ മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതിയെ ആക്കി മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പാലിക്കേണ്ടുന്ന ആരോഗ്യ പരിപാലനം, ഭക്ഷണം, അതുപോലെ തന്നെയുള്ള ക്രമീകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പാലിക്കുക. നല്ല രീതിയിൽ ആരോഗ്യ സംരക്ഷണത്തെ കാണണം. ആരോഗ്യത്തെ പരിപാലിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുക. ഏകദേശം ഒരു 55-60% ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഈ കൂറുകാർക്ക് ഉണ്ട് ഈ വർഷം. 2026 മോശമല്ല. എങ്കിലും നമ്മൾ കാര്യമായ ഒരു ശ്രദ്ധ പ്രത്യേകിച്ച് വേണം. ഈശ്വരാരാധന, ക്ഷേത്ര ദർശനങ്ങൾ, വഴിപാട് സമർപ്പണങ്ങളൊക്കെ നമ്മുടെ മനസ്സംതൃപ്തിക്ക് വേണ്ടി ഒന്ന് ചെയ്യണം. ഏതെങ്കിലും ഒരു ദിവസം, ഉദ്ദേശിക്കുന്ന ഒരു ദിവസം ഏതെങ്കിലും നിങ്ങളുടെ ഇഷ്ടദേവതകളെ പൂജിക്കുകയും അല്ലെങ്കിൽ ആരാധിക്കുകയും അല്ലെങ്കിൽ ക്ഷേത്ര ദർശനത്തിലൂടെ ഒരു സായുജ്യം നേടുവാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക. ശുഭകരമായ ഒരു വർഷമായി തീരട്ടെ 2026. നമസ്കാരം.